ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മോളും കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് കേട്ടോ. 15 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട് ഏകദേശം. ഞങ്ങൾ കൊച്ചി എയർപോർട്ട് വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഉമ്മ ഉപ്പ നിത പിന്നെ മോളും ഞാനും. അങ്കമാലിയിലെത്തിയപ്പോഴാണ് സുബഹി ബാങ്ക് കൊടുത്തത്. അപ്പോൾ അവിടെ കണ്ടൊരു പള്ളിയിൽ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചു ഒരു ഷോപ്പിൽ കയറിയിട്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്ക്. അലീനയുടെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോഴാണ് നമ്മൾ എടുത്ത തീരുമാനം ഒരിക്കലും തെറ്റായിരുന്നില്ല എന്നുള്ളത് തോന്നുന്നത്. കാരണം അവൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം 9:45 ഞങ്ങൾ 7:30 മുമ്പേ ഇതിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അലീന കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി അവിടെ. എനിക്ക് പക്ഷേ ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ രാത്രി ഉറങ്ങിയിട്ടില്ല. നല്ല ക്ഷീണമുണ്ട്, നല്ല ടയർഡായിരുന്നു, പക്ഷെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഏകദേശം 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അവിടുന്ന് കുറേ നടക്കാനുണ്ടല്ലോ. പിന്നെ അങ്ങനെ ഡയറക്റ്റ് നമ്മൾ എയർ ഇന്ത്യയിലാണ് കേട്ടോ പോയത്. ഇപ്പോൾ ഫ്ലൈറ്റിന് നല്ല ചാർജാണ്. അങ്ങോട്ട് പോകുന്നതിന് അധികം ചാർജില്ല, അതായത് ദുബായിലോട്ട് വരുന്നതിന് ചാർജില്ല. ദുബായിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് നല്ല ചാർജുള്ളത്. നമ്മൾ റിട്ടേൺ ടിക്കറ്റും കൂടെ എടുത്തിട്ടാണ് പോയത്. ഒരു സമയത്ത് പൊടിഞ്ഞിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ഈ കാണുന്നത് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയതിൻ്റെ പ്രഹസനാണ് കേട്ടോ. അത് പിന്നെ നോർമലാണല്ലോ, നമ്മൾ ഫോട്ടോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ മുസ്ലിം മീലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കണം നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഏർലി മോർണിംഗിൽ ഒരു ചായയും വടയും കഴിച്ചതല്ലേ, അപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അലീനക്ക്. അവൾ വിശപ്പിൻ്റെ അസുഖം കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിട്ടോ. ദാല്, റൈസ്, ചിക്കൻ കറി, പാസ്ത ആൻഡ് കേക്ക്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് അലീന നന്നായിട്ടൊന്ന് ഉറങ്ങിട്ടോ. ഞാനൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഏകദേശം 12:30 ആ സമയത്ത് നമ്മളിവിടെ ലാൻഡ് ചെയ്തു. പറഞ്ഞ സമയത്തേക്കാളും 15 മിനിറ്റ് മുമ്പ് നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നസീഹ് വിളിക്കാൻ വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ്റൂമിലൊക്കെ കയറി സാവധാനം ലഗേജ് എടുക്കാനുണ്ട്, അതൊക്കെ എടുത്ത് സാവധാനം കേട്ടോ പുറത്തിറങ്ങിയിട്ടുള്ളൂ. നമ്മൾ അവിടെയൊക്കെ എന്തൊക്കെയോ കാണാനുണ്ട്, അതൊക്കെ പോയി ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടാണ്. ഇമിഗ്രേഷൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു ഫ്രീ സിമ്മും കിട്ടി കേട്ടോ. അതുകൊണ്ട് ഇനി വേറെ സിം എടുക്കേണ്ട ആവശ്യമില്ല. നസീഹ് ഞങ്ങളെ പോസ്റ്റാക്കി. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ റെഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അവിടെ കട്ട വെയിറ്റിംഗ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവനെത്തി. ഇനി നമ്മൾ റൂമിലോട്ട് പോവാണ്. അതിനു മുമ്പ് ദുബായി പോയിട്ട് അവിടെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ള പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഭയങ്കര ടയർഡാണ്. അപ്പോൾ എനിക്കൊന്ന് റൂമിലെത്തിയാൽ മതി, കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഏതായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കറാമയിൽ പോയിട്ടൊരു കോഴിക്കോട് ബിരിയാണിയോ അങ്ങനെ എന്തോ പേരുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അല്ലയിലോട്ട് പോവാണ് കേട്ടോ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ടയർഡാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ എവിടെയും കയറാൻ നിന്നില്ല. പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോവാണ് ചെയ്തത്. അലീന പിന്നെ ആ യാത്രക്കിടെ നന്നായിട്ടൊന്ന് ഉറങ്ങി. ഞാനും ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വഴി തെറ്റി കുറച്ചവിടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നിട്ട്, തിരിച്ചു പോരില്ല, വേറെ വഴിയിലൂടെ ഒക്കെ വരേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലയിലെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലയിലെത്തിയിട്ട് പിന്നെ നമ്മൾ കസിൻസിനൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ എനിക്കൊരു സിം കിട്ടി എയർപോർട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെ ഫോണിലൊക്കെ ഇട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു നമ്പറും കൂടെ ആയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം.